ദേശീയ വിദ്യാഭ്യാസ രംഗം കാട്ടാന കയറിയ പരുവത്തിലായിട്ട് കുറെ വർഷങ്ങളായി. പ്രവേശന പരീക്ഷ ക്രമക്കേടുകളും വീഴ്ചകളും വിവാദമായിരിക്കെയാണ് മെയ് 15-ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ 9ാം ക്ലാസ്സിൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കുന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചത്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം പരിഷ്കാരങ്ങൾ എന്ന് പേരിട്ട് നടപ്പിലാക്കുന്ന എല്ലാ നടപടികളും വിവാദമോ പ്രതിഷേധം സൃഷ്ടിക്കുന്നതോ ആണെന്നത് സമീപകാല അനുഭവമാണ്. അതിലൊന്നായിരിക്കുകയാണ് ത്രിഭാഷ പദ്ധതി. പുതിയ പരിഷ്കാരങ്ങൾ പ്രകാരം വിദ്യാർത്ഥികൾ 3 ഭാഷകൾ നിർബന്ധമായി പഠിക്കണമെന്നും ഇതിൽ 2 എണ്ണം ഇന്ത്യ ഭാഷകളായിരിക്കണമെന്നുമാണ് CBSE അറിയിച്ചത്. ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം വലിയ ആശയക്കുഴപ്പവും ആശങ്കകളും പ്രതിഷേധവും സൃഷ്ടിച്ചിട്ടുണ്ട്. വിദേശ ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ 2 ഇന്ത്യൻ പ്രാദേശിക ഭാഷകൾ തിരഞ്ഞെടുത്താൽ മാത്രമേ വിദേശ ഭാഷ പഠിക്കുന്നതിന് അവസരമുണ്ടാകൂ. ഏറ്റവും വിചിത്രമായ മറ്റൊരു നിർദ്ദേശം കൂടി CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായി. 3ാമത്തെ ഭാഷയ്ക്കായി പ്രത്യേക പാഠപുസ്തകങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ തൽക്കാലം 6ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഉപയോഗിക്കണമെന്നതായിരുന്നു അത്. ഇതിനൊപ്പം കവിതകളും കഥകളും ഉൾപ്പെടുത്തി പഠനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സ്കൂളുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തു. വിശുദ്ധ മാർഗരേഖ ജൂൺ 15-ഓടെ പുറത്തിറക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതിന്റെ സ്ഥിതി എന്തെന്ന് അറിയില്ല. 3ാം ഭാഷ അതാത് സ്കൂൾ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എങ്കിലും CBSE സർട്ടിഫിക്കറ്റിൽ 3ാം ഭാഷ രേഖപ്പെടുത്തുമെന്ന ഔദാര്യം കാട്ടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4ാം ഭാഷ തെരഞ്ഞെടുക്കാമെങ്കിലും ഇതിന്റെ പരീക്ഷ, മൂല്യനിർണ്ണയം എന്നിവ സംബന്ധിച്ച് അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. സാധാരണ കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവർ പോലും വിദേശ പഠന തൊഴിൽ അവസരങ്ങൾ തേടുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല, ജർമ്മൻ, ഫ്രഞ്ച്, അറബി ഉൾപ്പെടെ ഭാഷകൾ പഠിക്കുന്നതിനും വിദ്യാർത്ഥികൾ താല്പര്യം കാട്ടുന്നുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിലാണ് വിദേശ ഭാഷാ പഠനം പരിമിതപ്പെടുത്താൻ നീക്കമുണ്ടായിരിക്കുന്നത് എന്ന് മാത്രമല്ല, ലോകോത്തര മത്സരങ്ങളിലും അക്കാദമിക രംഗത്തും അനുയോജ്യരായവരെ പരിശീലിപ്പിക്കുക എന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന തത്വം ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. പകരം തങ്ങളുടെ കേവലം സങ്കുചിതവും വിദ്വേഷാധിഷ്ഠിതവുമായ താല്പര്യങ്ങൾ ഈ രംഗത്തും അടിച്ചേൽപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. ഓരോ സംസ്ഥാനത്തിനും സ്വന്തമായ ഭാഷയുണ്ടെന്നതിന് പുറമെ പ്രാദേശിക ഭാഷകളും നിലവിലുണ്ട്. ഹിന്ദി മേഖലയിൽ പോലും ആശയവിനിമയത്തിന് വ്യത്യസ്ത ഭാഷകൾ ഉപയോഗിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അതിനു പുറമെ അറബി പോലുള്ള ഭാഷകളും പഠിക്കുന്നതിന് സാഹചര്യമുണ്ട്. ഇവിടെയാണ് ത്രിഭാഷാ പദ്ധതി ആശങ്കയുണ്ടാക്കുന്നത്. തമിഴ്നാട് പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിലധികം ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഹിന്ദി നിർബന്ധമാക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. CBSEയുടെ നടപ്പ് അധ്യയന വർഷം ഏപ്രിലിൽ ആരംഭിച്ചതാണ്. അവിടെയാണ് ജൂലൈ 1 മുതൽ പരിഷ്കാരം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമുണ്ടായത്. ഒരു അധ്യയന വർഷത്തിന്റെ 3 മാസം പിന്നിടുമ്പോൾ ഇത്രയും സങ്കീർണമായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പിന്നിലെ ഉദ്ദേശം വ്യക്തമല്ല. ഈ തീരുമാനം പെട്ടെന്ന് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു വെല്ലുവിളി സ്കൂൾ തലത്തിൽ മതിയായ അധ്യാപകരും പരിശീലനം നേടിയവരുടെയും അഭാവമാണ്. ആവശ്യത്തിന് അധ്യാപകരോ പാഠപുസ്തകങ്ങളോ ഇല്ലാതെ അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾക്ക് ശേഷം നിർദ്ദേശം നടപ്പിലാക്കുന്നതിന് വിദ്യാർത്ഥികളുടെ പഠനത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയുമായി രക്ഷകർത്താക്കളും വിദ്യാഭ്യാസ പ്രവർത്തകരും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും അശാസ്ത്രീയവും അപ്രായോഗികവുമായ തീരുമാനങ്ങൾ BJP സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്മൃതി ഇറാനി വകുപ്പ് മന്ത്രി ആയിരിക്കെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 3ാം ഭാഷ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജർമ്മൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ 80,000-ഓളം വിദ്യാർത്ഥികൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പ്രസ്തുത ഭാഷ ഉപേക്ഷിച്ചത്. സംസ്കൃതത്തെ നിർബന്ധിത 3ാം ഭാഷയാക്കുകയായിരുന്നു ഈ നടപടി. ഇതിനെല്ലാം ശേഷമാണ് ആവശ്യമില്ലാത്തവർക്കും ഹിന്ദി, സംസ്കൃതം പോലുള്ള ഭാഷകൾ നിർബന്ധമാക്കണമെന്നും അറബി പോലുള്ളവയെ ഒഴിവാക്കുകയുമെന്നോ ദുരുദ്ദേശത്തോടെ പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിയോ മെച്ചപ്പെട്ട പഠന നിലവാരമോ അല്ല, തങ്ങളുടെ സങ്കുചിത താല്പര്യങ്ങൾക്ക് മാത്രമാണ് മുഖ്യ പരിഗണന എന്ന് BJP സർക്കാർ ആവർത്തിക്കുകയാണ് ഇതിലൂടെ. നിക്ഷിപ്ത താല്പര്യങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികളുടെ ഭാവിയും താല്പര്യവും പരിഗണിക്കുകയും പ്രാദേശികവും ഭാഷാപരവും വിശ്വാസകരവുമായ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന പരിഷ്കരണങ്ങളാണ് വേണ്ടത്. അതുകൊണ്ട് അശാസ്ത്രീയവും അപ്രായോഗികവുമായ തീരുമാനങ്ങൾ പിൻവലിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണം.